ആസ്ക് ചെയ്യുന്നത് നമുക്ക് വണ്ടി കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഫുൾ ഓപ്ഷൻ W8 ഓപ്ഷനിലാണ് 2021 മോഡൽ. 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് SX ഓപ്ഷണലാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. വണ്ടിയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടി ആകെ 23,500 കിലോമീറ്റർ ഓടിയിട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ പ്ലസ് ആണ് വരിക. ലിമിറ്റഡ് പ്ലസ് അതിന്റെ തൊട്ട് താഴെ വരുന്ന ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിക്കാർക്കൊരു സ്പെഷ്യൽ സ്വാഗതം. നമ്മൾ വീണ്ടും കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അതായത് കാർ ആൻഡ് ബൈക്ക്, വയനാട് ഓട്ടോമൊബൈൽസ് കാർ ആൻഡ് ബൈക്ക് അല്ലേ? ഓക്കെ. അപ്പൊ മരട് ജംഗ്ഷന്റെ അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് അല്ലെ? ഫ്ലൈ ഓവറിന്റെ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഇല്ല. റൂട്ടില് പോകുമ്പോ ഒരു 100 മീറ്റർ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് വീഡിയോ ചെയ്ത് ലാസ്റ്റ് 2 മാസം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? നല്ല റെസ്പോൺസുകളാണ്. അത്യാവശ്യം കോൾസും കാര്യങ്ങളെല്ലാം വന്നിരുന്നു. നമുക്ക് അതിന്റെ ഇടയിൽ ചെറിയൊരു ഇഷ്യൂ വന്നിരുന്നു. ഒരു കോൾ എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു ഇഷ്യൂ വന്നിരുന്നു. അന്ന് നമ്മുടെ കോൾ സെന്റർ വഴി കണക്ട് ചെയ്താണ് വരുന്നത്. അപ്പൊ അത് ചെറിയൊരു കണക്ഷൻ എറർ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് ചെറിയ കോൾസ് ഒക്കെ മിസ് ആയിട്ടുണ്ടായിരുന്നു. കോൾ സെന്റർ അടുത്ത് വന്ന് ഒരു 10-20 കോൾ എനിക്ക് വന്നിരുന്നു. എന്നോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ആ കേസുകളെല്ലാം. ഇപ്പൊ നമ്മളെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് കണക്ട് ആയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വിളിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൈസ് നല്ല അടിപൊളിയായിരുന്നു. നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു വീഡിയോയില്. ഇപ്രാവശ്യം അതേ പ്രൈസ് തന്നെ നമുക്ക് നല്ല ഓഫർ റേറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാം. ഓഫർ റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ നല്ല കൂടിയ മോഡൽസും വരുന്നിട്ടുണ്ട്. ഓക്കെ. അധികം കോമ്പാക്ട് എസ്യുവി തന്നെയാണ്. പിന്നെ ഹാഷ് ബാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെ. ഓക്കെ. 2 ഇയർ വാറണ്ടി കിട്ടുന്ന വണ്ടികൾ ഉണ്ടാവും അതിൽ തന്നെ. പിന്നെ ഇൻസ്പെക്ഷൻ എല്ലാം നോക്കിയിട്ട് എടുക്കുന്നതാണ് ഇവര്. അതെ, നമുക്ക് വണ്ടിയുടെ റിപ്പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടികളും മഹീന്ദ്ര വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. മോഡൽ കൂടിയ വണ്ടികളെല്ലാം മഹീന്ദ്ര വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ചെക്ക് റിപ്പോർട്ടും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ കൊച്ചിന്റെ പരിസരത്തുള്ളവർ ഒരു 50 കിലോമീറ്റർ പരിസരത്തുള്ളവർ എല്ലാം കമന്റിലേക്ക് വാ. ഓക്കെ. ബാക്കി നമുക്ക് ഓരോന്നായിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോഡുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിച്ചാൽ കിട്ടും, കിട്ടിയില്ല എന്നെ വിളിച്ചോ. ഓക്കെ. അപ്പൊ ആ പ്രശ്നം എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് പരിഹാരം. വീഡിയോയിലേക്ക് പോവാം. ആദ്യ വാഹനം നമുക്കൊരു ചെറിയ സെഗ്മെന്റിൽ തുടങ്ങാന്ന് വിചാരിച്ചു. ഫോർഡിന്റെ ഫിഗോ ആണ്. ഫിഗോ എന്ന് വെച്ചാല് കുറച്ച് മോഡൽ ഉണ്ട് കേട്ടോ. സാറിന് ഇതൊക്കെ എന്ന് വെച്ചാല് 10-12 ആ റേഞ്ചൊക്കെ കളറ്. ഇത് ഏതാ മോഡൽ? 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഓക്കെ. 81,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. കിലോമീറ്റർ ജെനുവിൻ ആണ്. ഡീസലോ പെട്രോളോ? ഡീസൽ വാഹനം. ഡീസൽ 15 മോഡൽ ഡീസൽ ഫിഗോ സിംഗിൾ ഓണർഷിപ്പ് 85,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ഓക്കെ. വേറെ ക്ലെയിം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും സംഭവിച്ചില്ല. ഓക്കെ. നമുക്കൊരു ഡെയിലി യൂസ് നോക്കുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മൈലേജ് ഉള്ള അത്യാവശ്യം 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഇതിന്റെ 4 ടയർ മാറിയിട്ടുണ്ട്. ഫ്രണ്ട് 2 പുത്തൻ ടയറാണ്. പുറകിൽ അത്യാവശ്യം ഉണ്ട് ടയേഴ്സ് ഉണ്ട്. അപ്പൊ ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ലൊരു ഫിഗോ. ഇത് ഏതാ ഓപ്ഷൻ പെടില്ല? ഇത് നമുക്ക് EXI ആണ് വരുന്നത്. ഫ്രണ്ട് 2 പവർ വിൻഡോ, ബാക്കിൽ നോർമൽ. ഓക്കെ. പിന്നെ എല്ലാം വർക്കിംഗ് അല്ലേ? AC കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഒരു കംപ്ലൈന്റും ഇല്ല അല്ലേ? ഓക്കെ. ബാക്കി ഇവരെ ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ റിപ്പോർട്ടൊക്കെ തരും. പ്രൈസും കൂടെ പറഞ്ഞു. പ്രൈസ് നമുക്കിപ്പോൾ ഫൈനൽ റേറ്റ് നമ്മൾ പറയുന്നത് 1,85,000. 1,85,000 രൂപയ്ക്ക് ഡീസൽ ഫിഗോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും 85,000 കിലോമീറ്റർ ഓടിയ ജെനുവിൻ ഓട്ടം പോയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ലൊരു ഡീസൽ വണ്ടി കേട്ടോ. അതായത് ഒരു ആൾട്ടോനൊക്കെ പൈസക്ക് ഇതാ ഒരു ഡീസൽ ഫിഗോ, ഡെയിലി യൂസിന് പറ്റിയ വണ്ടി. അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. ഇതിന് ലോൺ ചാൻസ് ഉണ്ടോ? 15 ആകുമ്പോൾ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. നേരത്തെ നമ്മൾ കണ്ടത് KL 39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ വരുന്ന ഫിഗോ ആയിരുന്നു. നേരെ ഇത് കാസർഗോഡേക്ക് പോയി KL 60 അല്ലേ? കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന XUV 300 ആണ്. ഇത് പെട്രോൾ ആണ്. ഇതിന് തന്നെ ഡീസൽ ഉണ്ട് കേട്ടോ. വരുന്നത് സെയിം സാധനം, സെയിം കളർ ആണ് അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാ മോഡൽ കാര്യങ്ങൾ? 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് W8 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. W8 എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഓപ്ഷനിലും കൂടി ഉണ്ടാവും. W8 ഓപ്ഷൻ. അതിന് നമുക്ക് എക്സ്ട്രാ വരുന്നത് നമുക്ക് സൺറൂഫും എയർ ബാഗിന്റെ എണ്ണം കൂടും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് വരിക. ഓക്കെ. ഇത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 51,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഫുൾ കമ്പനി സർവീസ് പോയ വണ്ടിയാ? ഓക്കെ. നമ്മൾ ഫൈനൽ റേറ്റ് പ്രതീക്ഷിക്കുന്ന 6,40,000 രൂപയാണ്. 6,40,000 2020 മോഡൽ W8 50,000 കിലോമീറ്റർ 51,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് XUV 300 ആണ്. മാനുവൽ ആണ്. മൈലേജ് ഒരു 12-15 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കും. ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം സേഫ്റ്റി ഉള്ള ഒരു വണ്ടി. അപ്പൊ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും കോമ്പാക്ട് SUV ആണ്. കിയയുടെ സോണറ്റ് ആണ്. KL 41 ആലുവ രജിസ്ട്രേഷൻ വണ്ടിയാണ്.
ഓക്കെ, ഏതാ മോഡൽ ഇത്? ഇത് 2023 മോഡലാണ്. STX എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഓക്കെ, 23 മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് നമുക്ക് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. വണ്ടി ഓടിയിരിക്കുന്നത് 56,000 കിലോമീറ്റർ. 56,000. വാറണ്ടി കഴിഞ്ഞോ? ഇതിന്റെ കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ എന്തായാലും 2 ഇയർ വാറണ്ടി, RSA കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഡീസൽ വാഹനമാണ്. ഡീസലാ ഇത്? ഓക്കെ, 56,000 കിലോമീറ്റർ ഡീസൽ വാഹനമാണ്. അപ്പൊ 23 56,000 ഡീസൽ വണ്ടി അവരോട്ടോ, അത് കുറവാണ് ശരിക്കും. ഓക്കെ, ക്ലെയിമും കാര്യങ്ങളും എന്തെങ്കിലും? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. പിന്നെ HDX എന്ന് പറയുമ്പോൾ അലോയ്സ്, പുഷ് ബട്ടൺ, സൺറൂഫ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് ബെൽറ്റ്, വയർലെസ് ചാർജർ, ഇങ്ങനത്തെ കുറച്ച് മാറ്റേ ഉള്ളൂ അല്ലേ? ഓക്കെ, 2 ഓപ്ഷൻ ഇതിന്റെ മേലെ വരിക, എക്സ്പ്ലസും GT ലൈനും. ഓക്കെ, പ്രൈസ് എങ്ങനെയുണ്ട്? പ്രൈസ് നമ്മൾ 10 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കസ്റ്റമർ വന്ന് സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും കൂടി ചെയ്ത് കൊടുക്കാം, മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ, 23 മോഡൽ 56,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഡീസൽ HDX സോണറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ലോണും ഒരു 9-9.25 കിട്ടൂലേ? ഓക്കെ, അടുത്ത വാഹനം ഫോർഡിന്റെ ഫ്രീ സ്റ്റൈൽ ആണ്. ഈ ഫോർഡിന്റെ വണ്ടി എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വണ്ടി നല്ല പെർഫോമൻസ് ആയിരിക്കും, പിന്നെ സ്റ്റൈലിഷ് വണ്ടി ആയിരിക്കും, നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. അത് മാത്രമല്ല ഇപ്പോഴത്തെ ബാക്കിയുള്ള ഇതിന്റെ വണ്ടികൾ, ഇപ്പോൾ ഇത് 1.2 അല്ലേ വരിക അല്ല? ബാക്കി സ്വിഫ്റ്റോ അല്ലെങ്കിൽ ടിയാഗോ ഇങ്ങനത്തെ വണ്ടികളുടെ മാർക്കറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും കമ്പനി നിർത്തിയോണ്ട് മാത്രം. അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതന്നെയാ പറഞ്ഞത്. എടുക്കുന്നവർക്ക് ചില ആൾക്കാർ ഏത് വണ്ടി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ തന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് പല വണ്ടീനെ പറ്റി അറിവുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറയാണ്. അപ്പോൾ ഫോർഡ് ഇത് പെട്രോളും ആണ്, വലിയ മെയിൻ്റനൻസ് ആയിട്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ നമുക്ക് സർവീസ് ചെയ്ത് കൊണ്ടു നടക്കാം. സർവീസ് സെന്റർ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഒരു സ്റ്റൈലിഷ് ക്യൂട്ട് വണ്ടിയാണ് അല്ലേ? ഇതാണ് മോഡൽ വരുന്നത്. KL7 ആണ്, എറണാകുളം വണ്ടി. ഏതാ മോഡൽ? ഫ്രീ സ്റ്റൈൽ 2018 ടൈറ്റാനിയം വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ പ്ലസ് ഉണ്ടാവും, അതിന്റെ തൊട്ട് താഴെ ഇതിൽ തന്നെ അലോയ്സ്, പുഷ് ബട്ടൺ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ? അപ്പൊ ഒരു നീറ്റ് ആൻഡ് ക്യൂട്ട് വണ്ടിയാണ്. 2018 മോഡൽ ടൈറ്റാനിയം വേരിയന്റ്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ. ഓക്കെ, 73,000 കിലോമീറ്റർ ആണ് ഓടിയത്. എത്ര? 73,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഫുൾ ഇൻസ്പെക്ട് ചെയ്തെടുത്തല്ല നിങ്ങൾ? ഒന്നും നോക്കാനില്ല. പ്രൈസിങ് എങ്ങനെയാ? പ്രൈസിങ് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ നമുക്കൊരു 390 ആണ് നമ്മുടെ ഫൈനൽ റേറ്റ്. 390. ഓക്കെ, അതിൽ മാറ്റമുണ്ടോ? അല്ലെങ്കിൽ 390 ആണ് നമ്മുടെ ഫൈനൽ റേറ്റ്. 390. ഓക്കെ, അപ്പോൾ ഇതേ സാധനം നിങ്ങൾ വല്ല ടിയാഗോലോ അല്ലെങ്കിൽ സ്വിഫ്റ്റിലൊക്കെ അതിൻ്റെ കൂടിയ ഓപ്ഷൻ നോക്കണം. അതിൻ്റെ കുറഞ്ഞ ഓപ്ഷനിൽ കിട്ടും, അതിൻ്റെ കൂടിയ ഓപ്ഷനിൽ നോക്കുമ്പോൾ വില വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താല്പര്യമായിട്ട് എന്തായാലും നോക്കുക. അപ്പോൾ പവർ, സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ളൊരു അടിപൊളി ഹാച്ച് പാക്ക് ആണ്. ലോണും കയറില്ല? എത്ര? ഒരു 3.5 വരെ കിട്ടുമോ? 3 ലക്ഷം എന്തായാലും കിട്ടും. നമുക്ക് 5 കൊല്ലത്തേക്ക് ചെയ്യാൻ പറ്റും. അല്ല, 3 ലക്ഷം വരെ കിട്ടൂല എന്തായാലും. അടുത്തൊരു ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. KL7 എറണാകുളം രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, അപ്പൊ ഡെയിലി യൂസിന് ഒരു കോമ്പാക്ട് SUV നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടി. ഏതാ മോഡല്? 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് SX ഓപ്ഷണലാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഓക്കെ, സീറ്റ് വെന്റിലേഷൻ എല്ലാം വരുന്ന മോഡലാണ്. ഓക്കെ, വണ്ടിയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടി ആകെ 23,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23,500 കുറവാണ്. ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഓട്ടോ ഉള്ള ആൾക്കാരാണ് ഇത് എടുക്കുക. സാറിന് ഓണ ഉള്ളവരാണ് എടുക്കുക. ഒരു പെട്രോൾ വണ്ടിയിട്ട് ഓട്ടേ പോയിട്ടുള്ളൂ. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ തന്നെയാ? നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓണർ കമ്പനിയുടെ പേരിലാണ് ആദ്യം ഒരു പർച്ചേസ് ചെയ്തിരുന്നത്. ഫിനാൻസ് ക്ലോസ് ചെയ്ത് അദ്ദേഹം സ്വന്തം പേരിലോട്ട് മാറുക. യൂസ് സിംഗിൾ യൂസ് ആണ്. യൂസ് ഒരാള്, അതായത് കമ്പനിയുടെ പേരിൽ ടാക്സിന്റെ ഒക്കെ ഇതുകൊണ്ട് ആക്കുന്നതാണ് കമ്പനീന്റെ പേരിൽ. പിന്നെ അവരുടെ സ്വന്തം പേരിലാക്കിയ ആ പ്രശ്നം വരുള്ളൂ അല്ലേ? ഓക്കെ, അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ യൂസ് സിംഗിൾ തന്നെയാണ്. ടെക്നിക്കലി സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് പിന്നെ പറയണ്ട, 23 ഓടിയുള്ളൂ. ഓക്കെ, അപ്പോ പ്രൈസ് എങ്ങനെയത്? പ്രൈസ് നമുക്ക് ഫൈനൽ വില പ്രതീക്ഷിക്കുന്നത് 16 ലക്ഷം. 16. ഓക്കെ, 16 ലാസ്റ്റാണ്. ഓക്കെ, 22 മോഡൽ 23,000 കിലോമീറ്റർ ഓടിയ ടെക്നിക്കലി സെക്കൻഡ് ഓണർഷിപ്പ്, പക്ഷേ സിംഗിൾ യൂസ്ഡ് ക്രെറ്റ ബ്ലാക്ക് ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്. 16 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. ഇത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 24 സംതിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നോക്കിക്കോ. ലോൺ ഒരു 15 ലക്ഷം കിട്ടുമോ? ഒരു 1 lakh കണ്ട് ഇറക്കാൻ പറ്റും അല്ലേ? ക്രെറ്റ കണ്ട സ്ഥിതിക്ക് ഒരു സെൽറ്റോസ് കാണണം അല്ലേ? ഓക്കെ, KL7 വണ്ടി തന്നെ ഇതും. ഇതേതാ മോഡൽ വരുന്നത്?
ഇത് 2022 മോഡൽ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 35,000 കിലോമീറ്റർ ഓടിയേക്കണ STX ഓട്ടോമാറ്റിക് വരും. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, നേരത്തെ ഡീസൽ ഓട്ടോമാറ്റിക് കണ്ടു, ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് HTX ആണ്. അതായത് നേരത്തെ സോണറ്റിനെ കൊണ്ട് പറഞ്ഞ അതേ ഓപ്ഷൻ. ഇതിന്റെ മുകളിൽ STX പ്ലസും GT ലൈനും വരും. ഇതിൽ തന്നെ സൺറൂഫ്, പുഷ്പട്ട അലോയ്സ് ഒക്കെ ഫീച്ചേഴ്സ് ആയി വരുന്ന വാഹനമാണ്. ഓട്ടോമാറ്റിക് 7 സ്പീഡ് DCT അല്ല, ഇത് CVT വരുന്നല്ല. ഓക്കെ, 22. ഓക്കെ, CVT ഓട്ടോമാറ്റിക് വാഹനമാണ്. മൈലേജ് ഒരു 11-15 വരെയൊക്കെ കിട്ടും. ഇതിന് അത്യാവശ്യം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹൈവേലൊക്കെ ഒരു 15 വരെയൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, വേറെ ക്ലെയിമോ റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് 11,95 ഫൈനൽ വരും. 11,95,000 രൂപയ്ക്ക് 2022 മോഡൽ HTX പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് 0 ക്ലെയിം വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സംഭവം വാറണ്ടി കാര്യങ്ങളൊക്കെ ഇവരുടെ കിട്ടുക. കമ്പനി വാറണ്ടി ഇല്ലെങ്കിലും ഇവരുടെ 2 ഇയർ വാറണ്ടി ഇതിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ലോണ് എത്ര കയറും? ഒരു 11 ലക്ഷം കയറും. മാക്സിമം ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ മാക്സിമം വണ്ടിക്ക് കിട്ടും അല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു XUV 300 കൂടി ഉണ്ട്. ഇത് അടുത്തതാണ്. ഇത് ഡീസലില് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. നേരത്തെ നമ്മൾ കണ്ട് W8, ഇത് W8 ഓപ്ഷനിലാണ്. അതായത് 7 എയർ ബാഗ്, നമുക്കൊരു നിയർ ബാഗ് കൂടി, ഡ്രൈവർ സൈഡ് അതൊക്കെ വരുന്ന സൺറൂഫ് വരും. സൺറൂഫ് അതാണ് നമുക്ക് ആ മറ്റു വണ്ടിയിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, ഇത് മോഡൽ ഏതാ? ഇത് 2021 മോഡലാണ്. 21 മോഡൽ ഡീസൽ മാനുവൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 84,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. അതായത് 21 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4 വർഷം കൊണ്ട് നോർമൽ ഔട്ട്, 4-5 വർഷം കൊണ്ട് നോർമൽ ഔട്ടാണ്. ക്ലെയിമർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ്. ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയല്ലോ അന്ന്. ബോഡി ക്വാളിറ്റി ഉള്ള 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് എങ്ങനെയുണ്ട്? പ്രൈസ് നമ്മൾ 8 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. നമുക്ക് വണ്ടി കണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഡീസൽ മാനുവൽ ഫുൾ ഓപ്ഷൻ W8 ഓപ്ഷനിലാണ്. 2021 മോഡൽ, ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. ലോൺ എത്ര വരെ കൊടുക്കാം? ഒരു 7.5 വരെയൊക്കെ കിട്ടുമോ? ചെയ്യാൻ പറ്റും. ഇതിലൊന്നും വേറെ വർക്കൊന്നും ഇല്ലല്ലോ, നിങ്ങളെല്ലാം ക്ലിയർ ആയിട്ടില്ലേ കൊടുക്കുക? ഓക്കെ, എടുക്കുക, ഓടിക്കുക അല്ലേ? അടുത്ത സർവീസിന് പിന്നെ സർവീസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും നമ്മൾ പ്രീമിയം ഹാഷ് ബാക്കിലേക്ക് വന്നു. ഹ്യുണ്ടായി i20. ഇത് എവിടെയാണ് രജിസ്ട്രേഷൻ? 42 പറവൂരാണ്. ഏതാ മോഡല്? 2017 മോഡൽ മാഗ്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 17 സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ അല്ല? പെട്രോൾ. കിലോമീറ്റർ എത്രയായി? 79,000 കിലോമീറ്റർ. 79. ഓക്കെ, അതായത് 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ് മാഗ്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ. പിന്നെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ 17 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ പറഞ്ഞത്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് നമ്മൾ ഫൈനൽ പ്രൈസ് പറയുന്നത് 4,10,000. 4,10,000 ഫൈനലാണ്. 2017 i20 മാഗ്ന എക്സിക്യൂട്ടീവ്, 72,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ്, നോ റീപ്ലേസ്മെന്റ് വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയോ, ഒരു 3.25 വരെയൊക്കെ ലോൺ കിട്ടൂലേ? ഓക്കെ, ജീപ്പ് കോമ്പസ് ആണ് അടുത്ത വാഹനം. ഒരു പ്രീമിയം കാറ്റഗറി വെഹിക്കിൾ. കോമ്പസ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാവാറുണ്ടോ കോമ്പസ്? അധികം ഉണ്ടാവാറുണ്ട് അല്ലേ? ഓക്കെ, ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ്. 18 പെട്രോൾ ഡീസലോ? ഡീസലാണ്. ഓക്കെ, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം പവർഫുൾ വണ്ടിയാണ്. മൈലേജ് ഒരു 14-17 വരെയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഏകദേശം. ലിമിറ്റഡ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ പ്ലസ് ആണ് വരിക. ലിമിറ്റഡ് പ്ലസ് അതിന്റെ തൊട്ട് താഴെ വരുന്ന ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് വാഹനം. പിന്നെ 81,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. 81,000 അല്ല? 18 മോഡൽ 81,000. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടി. എല്ലാ ഇഷ്ടം ഉണ്ട് അല്ലേ? ഓക്കെ, ജീപ്പിന് അങ്ങനെ ഡീസലിന് എന്തെങ്കിലും പണി വരാറുണ്ടോ കാര്യമായിട്ട്? ഡീസലിന് അങ്ങനെ പണികൾ വരാറില്ല. ആൾക്കാരുടെ ഇടയിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഇത്തിരി മെയിൻ്റനൻസ് അതുണ്ടാവും. പ്രീമിയം വണ്ടി തന്നെയാ, പ്രീമിയം കാറ്റഗറി തന്നെയാ. അപ്പൊ അതിന്റേതായ മെയിൻ്റനൻസ് ഉണ്ടാവും. നമ്മളിപ്പോ ഫൈനൽ പ്രതീക്ഷിക്കുന്നത് 8.5 ആണ്. റേറ്റ് ഉള്ളതെങ്കിലും കാറ്റഗറി മാറി വണ്ടി പ്രീമിയം കാറ്റഗറിയിലോട്ട് അതിന്റെ മെയിൻ്റനൻസ് കാണേണ്ടി വരും. ഈ പൈസ നിങ്ങൾക്ക് വെന്യൂ ഇതൊക്കെ കിട്ടും, സോണറ്റൊക്കെ. അത് കണ്ടിട്ട് ഈ പൈസക്ക് ഇത് എടുക്കാൻ നിന്നാല് ഇതിന്റെ മെയിൻ്റനൻസ് കാണണം. കോമ്പസ് സംഭവം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാണും. സാധാരണ വണ്ടിയാന്ന് വിചാരിച്ച് എടുക്കാൻ നിൽക്കരുത്. അത്യാവശ്യം കോസ്റ്റ് വരും, മെയിൻ്റനൻസ് കോസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ നോക്കാം, താല്പര്യമുണ്ടോ നോക്കാം. 8,50,000 രൂപയ്ക്ക് 18 മോഡൽ ലിമിറ്റഡ് ഡീസൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകും. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിയാണ്.
ലോണ് കയറോ? ഒരു 7 ലക്ഷം ചാൻസ് ഉണ്ട് അല്ലേ? അടുത്ത നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് മാരുതി സുസുക്കി ബലെനോ. ഇതും കേരളത്തിന് വേണ്ടിയാ? അല്ല, ഇത് KL 39 തൃപ്പൂണിത്തുറ അല്ലേ? തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ ആണ്. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡല് സീറ്റ വേരിയന്റ് ആണ്. ആൽഫാന്റെ തൊട്ട് താഴെ വരുന്നത്. ആൽഫയിൽ കാര്യമായിട്ട് എന്താ മാറ്റം വരുന്നത്? സീറ്റ് ആൽഫയായിട്ട് ചെറിയെന്തോ മാറ്റമേ ഉള്ളൂ. കാരണം അലോയ്സ്, പുഷ് ബട്ടൺ, പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഫോഗ്, എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ചെറിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ എന്തോ മാറ്റമേ ഉള്ളൂ കാര്യമായിട്ട്. ഓട്ടോ ക്ലൈമറ്റ് AC വരുമോ? അതുകൊണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ 20 മോഡൽ ബലെനോ സീറ്റ. ഓക്കെ, ഓൾമോസ്റ്റ് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന പെട്രോൾ മാനുവൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ, ഓടിയിരിക്കുന്നത് 52,000 കിലോമീറ്റർ, 52,000. ഓക്കെ, ബാക്കി എല്ലാ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്ക് ഫൈനല് പ്രതീക്ഷിക്കുന്നത് നമുക്ക് 6,10,000. 6,10,000 രൂപയ്ക്ക് 2020 സീറ്റ ബലെനോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഇടയ്ക്കൂടെ. ഓക്കെ, വേറെ ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇതില്? ഇതിന്റെ നമുക്ക് ഡ്രൈവർ സൈഡിൽ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ്? ഓക്കെ, ഡ്രൈവർ സൈഡ് ഡോർ മാറിയിട്ടുണ്ട്. ഹിസ്റ്ററിയിലുണ്ട്. ഗ്ലാസ് മാറിയോ? അല്ല, ഡോറ് മാത്രം. ചെറിയ എന്തെങ്കിലും പണിയാവും അല്ലേ? ഓക്കെ. ലോണും ഒരു 5-5.25 വരെ കിട്ടും. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബലെനോ പെട്രോൾ മാനുവൽ വാഹനം. ഓക്കെ, ഇനി ഏതൊക്കെ സ്റ്റോക്ക് കൂടെ ഇപ്പം വരാനുണ്ട്? നമുക്കിപ്പോ നിലവില് കയറാൻ നിൽക്കുന്ന സെലേറിയോ ഓട്ടോമാറ്റിക് വരാനുണ്ട്. അതേപോലെ തന്നെ XUV 700 ഏറ്റവും ടോപ്പിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് ലക്ഷറി വരാൻ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതേപോലെ ലോ കിലോമീറ്റർ ഓടിയ നമുക്കൊരു പ്രീ ഹൈ റൈഡർ ഏതെങ്കിലും വരാനുണ്ടോ? കുറച്ച് എൻക്വയറി ഉണ്ട് എന്റെ കയ്യില്. ഹൈ റൈഡർ നമുക്ക് അത്യാവശ്യം ഒരു സെമി ഹൈബ്രിഡോ ഏതെങ്കിലും വരാനുണ്ടോ? ഇല്ല, ഇപ്പൊ നമ്മള് നമുക്ക് 2-3 വണ്ടികൾ നമ്മള് വാല്യൂഷൻ കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ലിസ്റ്റിൽ നമ്മുടെ പൈപ്പ് ലൈനിൽ ഒരു 2 ഹൈ റൈഡറോളം ഉണ്ട്. ഹൈ റൈഡർ കിട്ടുന്നില്ല. ഞാൻ ഇപ്പൊ കുറെ ആൾക്കാരെ വിളിച്ചു നോക്കി, ഹൈ റൈഡർ കിട്ടുന്നില്ല. കാര്യം നമുക്ക് കൂടുതൽ നമുക്ക് ന്യൂ കാറിന് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ചെറിയ ഡിലേ വന്നേക്കണം. നമ്മുടെ പൈപ്പ് ലൈനിൽ അത്ര വണ്ടികൾ നമുക്ക് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഓട്ടോമാറ്റിക്കും ലോ ബഡ്ജറ്റ് കാറുകളൊക്കെ നമുക്ക് പൈപ്പ് ലൈനിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ഓണം ആണല്ലോ ഇപ്പൊ ഇനി വരാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ച് എക്സ്ചേഞ്ചുകൾ നമുക്ക് ഇഷ്ടംപോലെ കയറാൻ നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അപ്പോഴത്തേക്ക് നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാം. അതെ, ഓണം റേഞ്ചിലോട്ട് വരുമ്പോഴേക്കും അത്യാവശ്യം കളക്ഷൻസ് നമ്മുടെ ഇതിലോട്ട് എത്തും. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. കാർ ആൻഡ് ബൈക്കിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വയലാട് ഓട്ടോമൊബൈൽസ് അല്ലേ? കാർ ആൻഡ് ബൈക്ക്. ഓക്കെ, കൊച്ചി മരടാണ് ലൊക്കേഷൻ. അപ്പോൾ ആ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. ഇപ്രാവശ്യം എന്തായാലും വിളിച്ചാൽ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല, അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. തിരിച്ചു വിളിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. കൊച്ചിക്കാർ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൊച്ചിന് 50 കിലോമീറ്റർ ചുറ്റളവിൽ ആരൊക്കെ ഉണ്ട് അവരൊക്കെ കമന്റ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ വെക്കണം. താങ്ക് യു, ബൈ.